ഹായ് ഗായ്സ്, തിരുവനന്തപുരത്ത് നടക്കുന്ന കേരളത്തിലെ 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള 13-ാം തീയതി മുതൽ 20-ാം തീയതി വരെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഈ ചലച്ചിത്ര ഉത്സവത്തിനോടനുബന്ധിച്ച് അതിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റുകൾക്കുള്ള ഡെലിഗേറ്റ് കിറ്റ് ഇന്നു മുതൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിന്ന് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ കിറ്റിനെ സംബന്ധിച്ചും രാജ്യാന്തര ചലച്ചിത്രമേളയെക്കുറിച്ചും ഉള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ആദ്യമായി ഈ കിറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കിറ്റ് ഒരു തുണിസഞ്ചിയിലാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. വളരെ മനോഹരമായി പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവരങ്ങളൊക്കെ മുന്നിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ സഞ്ചിയാണ് നമുക്ക് ഡെലിഗേറ്റുകൾക്കായി നൽകിയിട്ടുള്ളത്. ഈ സഞ്ചിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഇതിൻ്റെ ഫെസ്റ്റിവൽ ബുക്കാണ്. ഈ ഫെസ്റ്റിവൽ ബുക്ക് എന്ന് പറയുന്നത് ഈ ഫിലിം ഫെസ്റ്റിവലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 177 ചലച്ചിത്രങ്ങളാണ് 15 വേദികളിലായി പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഈ പ്രദർശിപ്പിക്കപ്പെടുന്ന ചലച്ചിത്രങ്ങളെക്കുറിച്ചിട്ടുള്ള ലഘു വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഈ ബുക്ക് എന്ന് പറയുന്നത്. ഓരോ സിനിമകളെക്കുറിച്ചും, ആ സിനിമകൾ ഏത് രാജ്യത്തിൻ്റേതാണ്, എത്ര ഡ്യൂറേഷനുണ്ട്, അതിൽ അഭിനയിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്, അതിൻ്റെ കഥാസംഗ്രഹം എന്താണ്, അത് സംവിധായകൻ ആരാണ്, അതിൻ്റെ അണിയറ പ്രവർത്തകരാരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ബുക്കാണ് ഈ ഫെസ്റ്റിവൽ ബുക്കായിട്ട് നമുക്ക് ഈ ഡെലിഗേറ്റ് കിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്ന്. മറ്റൊന്ന്, ഇതിൻ്റെ ഷെഡ്യൂളാണ്. ചാർട്ട് ചെയ്യപ്പെട്ടുള്ള ഷെഡ്യൂളാണ്. അതായത് തിയേറ്ററുകളിൽ ഓരോ ദിവസത്തെയും സിനിമകൾ ഏതൊക്കെ തിയേറ്ററുകളിലാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ള 13 മുതൽ 20 വരെയുള്ള തീയതികളിൽ. 13-ാം തീയതി തുടക്കത്തിൽ കൈരളിയിലും ശ്രീയിലും നിളയിലും മാത്രമേ, കലാഭവനിലും മാത്രമേ പ്രദർശനങ്ങളുണ്ടാവുകയുള്ളൂ. ടാഗോറിലും 2 പ്രദർശനങ്ങളുണ്ട്. ബാക്കിയുള്ള പ്രദർശനങ്ങളൊക്കെ ആരംഭിക്കുന്നത് 14-ാം തീയതി മുതലാണ്. അങ്ങനെ 13-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ തിയേറ്ററുകളിലാണ് നമുക്ക് ഈ ഏതൊക്കെ സിനിമകൾ കാണാൻ കഴിയുക എന്നുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ചാർട്ടാണ് നമുക്ക് ഇതിനോട് ലഭ്യമായിട്ടുള്ള രണ്ടാമത് ഐറ്റം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 വേദികളിലായിട്ടാണ് ഈ പ്രദർശനങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിശാഗന്ധി, ടാഗോർ, കലാഭവൻ, ന്യൂ തിയേറ്റർ, കൈരളി, ശ്രീ, നിള, ഏരീസ് പ്ലസ്, അജന്ത, ശ്രീ പത്മനാഭ, ഇങ്ങനെയുള്ള ഈ തിയേറ്ററുകളിലാണ് നമുക്ക് സിനിമകൾ കാണാൻ കഴിയുക. അടുത്തത് അതിനോട് ലഭിക്കുന്ന മറ്റൊരു ഡെലിഗേറ്റ് കിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊന്ന് ഇതിൻ്റെ ഐഡിയാണ്. ഈ സിനിമ കാണുന്നതിനുള്ള ഐഡിയാണ് നമുക്ക് ഇതിനോട് ലഭ്യമാകുന്നത്. ഇത് നിർബന്ധമായും സിനിമ കാണാൻ തിയേറ്ററിൽ പ്രവേശിക്കുന്നവർ ധരിക്കേണ്ടതാണ്. ഇതിൽ ഈ ഡെലിഗേറ്റ് ഫീസ് ഒടുക്കിയിട്ടുള്ളവർക്കാണ് ഈ ഡെലിഗേറ്റ് ഐ ഡി നമുക്ക് ലഭിക്കുന്നത്. ഇത് ഇത്തവണത്തെ ഡെലിഗേറ്റ് ഫീസ് എന്ന് പറയുന്നത് 1180 രൂപയാണ്. അത് വിദ്യാർത്ഥികൾക്ക് വെറും 500 രൂപയാണ്. ഇതാണ് ഇതിനോട് ഈ കിറ്റിനോട് കിട്ടുന്ന മറ്റൊരു ഡെലിഗേറ്റുകൾക്ക് കിട്ടുന്ന മറ്റൊരു ഇതിനോട് കിട്ടുന്ന മറ്റൊരു ഐറ്റം. അങ്ങനെ ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി
177 സിനിമകളാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഉദ്ഘാടന ചിത്രമായിട്ട് 13-ാം തീയതി നിശാഗന്ധിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്ന ചിത്രമെന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ബ്രസീൽ ഫ്രാൻസ് സംയുക്ത സംരംഭമായിട്ടുള്ള ചിത്രമാണ്. അത് വൈകുന്നേരം 6 മണിക്കാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഈ ചിത്രം വാൾട്ടർ സാലിസ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ചിത്രമാണ്. ഈ ചിത്രമാണ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഈ രാജ്യാന്തര ചലച്ചിത്രമേളയെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്തിന് രാജ്യാന്തര ചലച്ചിത്രമേള അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1996-ലാണ്. 1996-ൽ ആരംഭിച്ച് എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് വലിയ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും ഡെലിഗേറ്റുകൾ വളരെ പങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലാണ് ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള കേരള. അത് വിദേശ ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കലണ്ടറിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ കൂടിയാണ്. ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.